കൊച്ചിക്ക് സമീപം ആഴക്കടലിൽ 15,000 കോടി രൂപയുടെ മെത്തഫിറ്റമിൻ NCBയും നേവിയും ചേർന്ന് പിടിച്ചത് 2023. കസ്റ്റഡിയിലായ സുബൈർ പാകിസ്ഥാൻ സ്വദേശിയാണെന്നാണ് വിവരമെന്നും NCB വ്യക്തമാക്കിയിരുന്നു. The mothership carries huge quantity of drugs that move from in Pakistan and Iran. That boat we could seize. മൂല്യം കണക്കാക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ മെത്തഫിറ്റമിൻ വേട്ട. ലഹരി കയറ്റിയ മദർഷിപ്പ് ശ്രദ്ധയിൽപ്പെട്ടെന്നും പിന്തുടർന്നപ്പോൾ അതിലുണ്ടായിരുന്നവർ ചെറുബോട്ടുകൾ കയറി രക്ഷപ്പെട്ടെന്നും NCB വ്യക്തമാക്കിയിരുന്നു. ഒരു ചെറുബോട്ടിൽ നിന്നാണ് സുബൈറിനെ പിടിച്ചതെന്നും അറിയിച്ചു. ലഹരിക്കടത്തിന്റെ പാകിസ്ഥാൻ ബന്ധം വെളിവാക്കുന്ന എഴുത്തുകൾ ഉൾപ്പെടെ കണ്ടെടുക്കുകയും ചെയ്തു. തുടക്കത്തിൽ പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. എന്നാൽ വിചാരണയ്ക്കൊടുവിൽ ഈ വർഷം ആദ്യം കേസിൽ കോടതി വിധി പറഞ്ഞപ്പോൾ സുബൈർ കുറ്റവിമുക്തൻ. NCBക്ക് കനത്ത തിരിച്ചടി. എന്താണ് കേസിൽ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലഹരി കേസുകളിൽ തൊണ്ടി മുതൽ കണ്ടുകെട്ടൽ, തെളിവ് ശേഖരണം തുടങ്ങിയ കാര്യങ്ങളിൽ നടപടിക്രമങ്ങൾ കൃത്യമായി അന്വേഷണ ഏജൻസികൾ പാലിക്കേണ്ടതുണ്ട്. കേസ് വിട്ടുപോകാൻ പല കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനം ഇതായിരുന്നു. പാളിച്ചകൾ അക്കമിട്ട് ഉത്തരവിൽ കോടതി നിരത്തി. ലഹരി കേസുകൾ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. സമൂഹത്തെ ബാധിക്കുന്ന കുറ്റകൃത്യമായതിനാൽ അതിന് പൊതു താൽപര്യവുമുണ്ട്. ആ ബോധ്യം അന്വേഷണ സംഘത്തിനുണ്ടാകണം. നടപടിക്രമങ്ങൾ പാലിച്ച് പ്രതിക്കെതിരെയുള്ള തെളിവുകൾ കോടതിയിൽ നിരത്തണം. അതൊന്നും ഉണ്ടായില്ലെന്ന് സെഷൻസ് കോടതി നിരീക്ഷിച്ചു. വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ കോടതി ഭാവിയിൽ ഇത്തരം തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ NCB ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. നടപടിക്രമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്കുള്ള അജ്ഞത എടുത്തുപറഞ്ഞ ഉത്തരവ് NCB ഡയറക്ടർ ജനറലിന് അയച്ചു നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. അന്വേഷണത്തിലെ പാളിച്ചകൾ കേസിന്റെ വേരറുത്തുവെന്നാണ് കോടതി ആരോപിച്ചത്. ഇത് പലപ്പോഴും നേരിയ പാളിച്ചകളുണ്ട്, അശ്രദ്ധ കൊണ്ടുള്ള പാളിച്ചകൾ കൊണ്ട് ഇതായിപ്പോകുന്നു. അതുകൊണ്ട് ആ കേസുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ ഉത്തരവാദിത്വവും ചുമതലയും ശ്രദ്ധയും ചെലുത്തേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ സുപ്രീം കോടതിയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ത് ഗൗരവമായ കുറ്റമാണെങ്കിലും നടപടിക്രമം പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും. കോടതിക്ക് ബോധ്യം വന്നാലും നടപടിക്രമത്തിന് പാളിച്ച വന്നാൽ വിടാതിരിക്കാൻ നിവൃത്തിയില്ല. അന്വേഷണം നടത്തിയപ്പോൾ അന്വേഷണം കൃത്യമാവണം, നിയമാനുസൃതമാവണം. നിയമം പ്രതിപാദിക്കുന്ന ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയില്ല ഇംഗ്ലീഷിൽ, അതേപോലെ നോക്കണം. ലഹരിയുടെ സാമ്പിൾ ടെസ്റ്റ് ആദ്യഘട്ടത്തിൽ നടത്തിയില്ല. കേവലം 8 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമുള്ള ഇടത്ത് നിന്ന് ബോട്ടെത്തിക്കാൻ 2 ദിവസം എടുത്തതിന് ന്യായീകരണമില്ല തുടങ്ങിയ കാര്യങ്ങളും കോടതി വ്യക്തമാക്കി. താൻ പാകിസ്ഥാൻ പൗരനല്ല, ഇറാൻ പൗരനാണെന്ന സുബൈറിന്റെ വാദവും തെളിവുകളും കോടതി അംഗീകരിക്കുകയും ചെയ്തു. 2022 1526 കോടി രൂപയുടെ ഹെറോയിൻ പിടിച്ച കേസിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. മെത്തഫിറ്റമിൻ കേസിൽ NCBക്കായിരുന്നെങ്കിൽ ഇവിടെ തിരിച്ചടി നേരിട്ടത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിനാണ്. 218 കിലോ ഹെറോയിൻ പിടിച്ച കേസിൽ 20 മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുമടക്കം 24 പ്രതികളെയാണ് വെറുതെ വിട്ടത്. NDPS നിയമത്തിലെ വ്യവസ്ഥകൾ പാലിച്ചില്ലെന്നും കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ലെന്നും കോടതി വിലയിരുത്തി. ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം അന്വേഷണ ഏജൻസികൾക്കാണ്. കടുത്ത ശിക്ഷ ലഭിച്ചാൽ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വലുതാണ്. നിർഭാഗ്യവശാൽ പല കേസുകളിലും അത് ഉണ്ടാകുന്നില്ല. കേസ് പിടിക്കുമ്പോഴുണ്ടാകുന്ന കോളിളക്കങ്ങൾക്ക് അപ്പുറം ഓരോ ഘട്ടത്തിലും സൂക്ഷ്മതയും ഉത്തരവാദിത്വവും ഏറെ അനിവാര്യം. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.